റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ് നൗ. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ LDF-ൽ പ്രതിസന്ധി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് CPI-യുടെ നീക്കം. CPI-യുടെ 2 സിറ്റിംഗ് സീറ്റുകൾ CPIM ആവശ്യപ്പെട്ടതാണ് തർക്കത്തിനിടയാക്കിയത്. സീറ്റ് വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് CPI. ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തിന് കത്തു നൽകി. തൃക്കാക്കരയിൽ കഴിഞ്ഞ 2010 മുതൽ CPI 6 സീറ്റുകളിലാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ ജയിക്കുന്ന 2 വാർഡുകൾ, ആ വാർഡുകൾ ഇപ്രാവശ്യം വാർഡ് പുനർനിർണയത്തിന് ശേഷം അത് CPM-ന് വേണം എന്നുള്ള ഒരാവശ്യം അവരുന്നയിക്കുകയുണ്ടായി. 2005 മുതൽ ഞങ്ങൾ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു പ്രാവശ്യം 4 തെരഞ്ഞെടുപ്പുകളിനകത്ത് ഒരു പ്രാവശ്യം CPI പരാജയപ്പെട്ടെങ്കിലും 3 ടൈം ഞങ്ങൾ ജയിച്ചു. കഴിഞ്ഞ ടൈമിൽ ഞങ്ങളുടെ CPI ആണ് അവിടെ ജയിച്ചത്. ആ ഡിവിഷൻ എന്തുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് നല്ല അടിത്തറയുള്ള ഡിവിഷനാണ്, ജയിക്കാൻ കഴിയുന്ന ഡിവിഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് CPIയെ സംബന്ധിച്ചൊരിക്കലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ആ വാർഡുകൾ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിന് ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, CPI-യുടെ ആധി അല്ലെങ്കിൽ അവരുടെ പരാതി അത് കണ്ട് പരിഹരിക്കാൻ CPM-ന് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണോ ഈ 2 കൂട്ടരും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നേരത്തെ ജയിച്ചതുപോലെ ജയം അത്ര എളുപ്പമായിരിക്കുമോ? കൂടി നീ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കം രൂക്ഷമാണ്. പക്ഷേ ഏറ്റവും തർക്കം രൂക്ഷമായിരിക്കുന്നത് തൃക്കാക്കരയിലാണ്. ഈ പറഞ്ഞതുപോലെ CPI-യുടെ 2 സിറ്റിംഗ് സീറ്റുകൾ CPM ആവശ്യപ്പെട്ടതോടുകൂടിയാണ് തൃക്കാക്കരയിൽ LDF-ൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുണ്ടായ തീരുമാനങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ CPI-യുടെ 2 സിറ്റിംഗ് സീറ്റുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPM രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഒരു തരത്തിലും ഈ സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു മത്സരത്തിലേക്ക് കടക്കാൻ തങ്ങൾ തയ്യാറല്ല. അത്തരത്തിലൊരു സമവായ നീക്കത്തിലേക്ക് തങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് CPI. ജില്ലാ നേതൃത്വം 2 ഘടകങ്ങളുടെയും ജില്ലാ നേതൃത്വം തമ്മിലുള്ള ചർച്ചകൾ തുടർച്ചയായി നടന്നിരുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായി കണ്ടുള്ള ചർച്ചകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് CPI. ഇത്തരത്തിൽ CPM ഈ 2 സീറ്റുകൾ വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന നിലപാടിലേക്ക് CPI കടന്നിരിക്കുന്നത്. അത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് CPI. സ്വാഭാവികമായും നമുക്കറിയാം തൃക്കാക്കര ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു LDF ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് UDF-നെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും പല വിധത്തിലുള്ള ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയിലുള്ള പ്രതിഷേധങ്ങൾ തൃക്കാക്കരയിൽ ഉടനീളം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തൃക്കാക്കര തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിൽ LDF നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയിലെ 2 പ്രധാന മുന്നണികൾ തമ്മിൽ ഘടകങ്ങൾ തമ്മിൽ ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം തൃക്കാക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രശ്നം പരിഹരിക്കുക തന്നെയാണ് LDF-ന് ഏറ്റവും ഉചിതം. പക്ഷേ ഒരു തരത്തിലും ഈ 2 സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകില്ല എന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഏത് നിലയിലാകും ഇനി ഒരു അനുനയ നീക്കം സാധ്യമാവുക എന്നത് വലിയ പ്രതിസന്ധിയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. CPI നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. സുജയ, ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും തൃക്കാക്കരയിൽ? അതിനായി നമുക്ക് കാത്തിരിക്കാം. തെരഞ്ഞെടുപ്പല്ലേ, തർക്കങ്ങൾ ഉണ്ടാകും. ഒടുവിൽ സമവായ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇനി സമയമുണ്ട്, പരിഹരിക്കുമായിരിക്കും. അതോ ഇങ്ങനെ അങ്ങ് പോകുമോ? നോക്കാം നമുക്ക്.